നമസ്കാരം. വാക്കാണ് വലിയ ശക്തി. ആ വാക്കിന് വില വേണം. പറഞ്ഞു വരുന്നത് ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ട് ആ പഴി മുഴുവൻ ഇറാന്റെ തലയിൽ വെച്ച് കെട്ടുന്നതായിരുന്നു അമേരിക്കയുടെ നിലപാട്. ആ നിലപാടിനെ ഇന്ത്യ പാടെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ലോകശക്തികൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പൊടുന്നനെ ഉണ്ടാകുന്ന ഈ അസ്വാരസ്യങ്ങൾ പലപ്പോഴും ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ എത്താറുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് തരുന്ന പ്രകടമായ സൂചനകളും. എന്തായാലും ഹോർമോസ് കടലിടുക്കിലെ എണ്ണക്കടത്തും ഉപരോധ ലംഘനങ്ങളും ഒക്കെ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ശബ്ദം അത്രമേൽ ഗൗരവതരമാണ്. എന്തായാലും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അതീവ കർക്കശമായ നിലപാടുകളാണ് കൈക്കൊണ്ടത്. അതായത് ഉപരോധം ലംഘിക്കരുത്, ഒന്നിനെയും ഞങ്ങൾ പൊറുപ്പിക്കില്ല എന്ന റൂബിയുടെ മുന്നറിയിപ്പ് എന്തായാലും ആഗോളതലത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നോടിയാണോ എന്നാണ് നയതന്ത്ര വിദഗ്ധർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇറാനിയൻ എണ്ണയുടെ അനധികൃത നീക്കവും ഹോർമോസ് കടലിടുക്ക് വഴി പോകുന്ന വാണിജ്യ കപ്പലുകൾ അമേരിക്കൻ കർശന നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതും ഇനി വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ് മാർക്കോ റൂബിയോയുടെ മുന്നറിയിപ്പ്. അതായത് ഈ മുന്നറിയിപ്പ് നമ്മുടെ ജയശങ്കറിനെ നേരിട്ട് അറിയിച്ചിരിക്കുകയാണ്. യൂറോപ്പ് സന്ദർശനത്തിന് ഇടയിലായിരുന്നു ജയശങ്കർ റൂബിയോയുമായി ഫോൺ വഴി ആശയവിനിമയം നടത്തിയത്. ഈ വിഷയത്തിൽ അമേരിക്കൻ നയം വളരെ വ്യക്തമാണ്. ഉപരോധം ലംഘിക്കുന്ന ഏതു നീക്കത്തെയും അവർ ശക്തമായി നേരിടും. ഈ പ്രസ്താവന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. ഈ സംഭാഷണത്തിൽ ജയശങ്കർ ഏറ്റവും ഗൗരവമായി ഉന്നയിച്ച വിഷയം ഒമാൻ ഉൾക്കടലിൽ നടന്ന ആക്രമണമാണ്. അമേരിക്ക നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഈ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. വാണിജ്യ കപ്പലുകൾക്കു നേരെ ഇത്തരം മാരകമായ നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ ഇന്ത്യ നേരത്തെ തന്നെ ഡൽഹിയിലെ മുതിർന്ന അമേരിക്കൻ നയതന്ത്രജ്ഞനെ വിളിച്ച് ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ കപ്പലുകൾക്കു നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ന്യായീകരിക്കാനാകില്ല എന്ന് ജയശങ്കർ റൂബിയോട് സംഭാഷണത്തിനിടെ വ്യക്തമാക്കുന്നു. സംഭവത്തിന് പിന്നാലെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം തന്റെ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഈ സംഭവം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ അത്രമേൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട് എന്നാണ് നിലവിലെ വിവരം. ഒരു വശത്ത് തങ്ങളുടെ സുരക്ഷാ ഉപരോധങ്ങൾ നടപ്പിലാക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ മറുവശത്താകട്ടെ തങ്ങളുടെ പൗരന്മാരുടെ ജീവന് ഭീഷണിയാകുന്ന നടപടികൾ അംഗീകരിക്കില്ല എന്ന് ഇന്ത്യയും കടുത്ത നിലപാടെടുക്കുന്നുണ്ട്. എന്തായാലും 2 വമ്പൻ ശക്തികൾ തമ്മിലുള്ള ഈ വാഗ്വാദം വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ആഗോള വാണിജ്യത്തെയും വിദേശ നയത്തെയും ബാധിക്കുമെന്നത് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം.